നാഗരായ നായി ക്ഷേമത്തിന് മുമ്പ് പാടിപ്പിച്ച് ദോഷങ്ങൾ അറിയിക്കുമ്പോൾ കാശിരാമേശ്വരം പാണ്ഡ്യമലയാണ് അടക്കി പണിരിക്കോ. അവരുമല സാവന്റെ വള്ളിക്കെട്ടും കെട്ടി സത്യമായ പൊന്നുമാനിട്ട് വഴിയും ചവിട്ടി വന്ന് സമീർഷണം കണ്ടു മടങ്ങി സാഹിപ്പാങ്കണ്ട് കന്നിമൂല ഗണപതി ഭഗവാനെയും വന്നിച്ച് മാളിയപ്പുറത്ത് വേണ്ട വഴിപാടും കഴിച്ച് നാഗരായ നാഗി ക്ഷേമത്തിന് മുമ്പാകുന്ന അരവിളിയാൽ പാടിച്ച് ദോഷങ്ങൾ അറിയിക്കുന്ന സന്ദേശന്താനങ്ങൾ നമ്മുടെ കുലത്തൊഴിലാണ്. പാരമ്പര്യമായിട്ട് നമ്മൾ വർഷങ്ങളോളമായി നമ്മൾ ചെയ്തു വരുന്നതാണ്. അച്ഛനപ്പന്മാരെല്ലാം നമ്മളിങ്ങനെ ചെയ്തു വരുന്നതാണ്. അല്ല, ഭാരതവംശം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശക്തി പ്രാപിച്ചതാണ്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ കുലത്തൊഴിലാണ്. ഞങ്ങൾ തന്നെ ഈ വീണയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഇവിടെ വന്ന് പാടുന്നതാണ്. പുള്ളുവൻപാട്ടിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് വീടിന് ഐശ്വര്യപൂർത്തികളൊക്കെ ഉണ്ടാകും. കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടി ഇപ്പോൾ മണ്ണാറശാല പോലെ ഉരുളകമറ്റുന്നില്ലേ കുട്ടികളില്ലാത്തവർക്ക്. അതുപോലെ തന്നെ വീടുകളിൽ സർപ്പക്കാവിൻ്റെ അവിടെ കളമ്പാട്ടുമൊക്കെ നടത്തി അതിങ്ങനെ മുന്നോട്ട് അങ്ങനെ ഓരോ പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഓരോ തലമുറ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ശബരിമല ഉള്ള കാലം തൊട്ട് ഇവിടെ ഉള്ള ഒരു കലയാണ് സർപ്പം പാട്ടെന്ന് പറയുന്നത്. ഞാനിപ്പോൾ വരാൻ തുടങ്ങിയിട്ട് 12 വർഷമായി. ഇവിടെ അയ്യപ്പന്മാർ വന്ന് അവരുടെ ദോഷം അകറ്റാൻ വേണ്ടി അവരുടെ പേരും നാളും പറഞ്ഞ് പാടിപ്പിക്കുന്നു. അവരുടെ സർപ്പദോഷം, ശനിദോഷം, ശത്രുദോഷമൊക്കെ മാറാൻ വേണ്ടി, കുടുംബ ഐശ്വര്യത്തിനൊക്കെ വേണ്ടി അവർ പേരും നാളും പറഞ്ഞ് പാടിപ്പിക്കുന്നു. അച്ഛമ്മമാരുടെ കാലം തൊട്ട് ഞാൻ തൊഴിൽ പഠിച്ചു വരാനാണ്. ചെറുപ്പം തൊട്ട് നമ്മുടെ തൊഴിൽ പാരമ്പര്യമായിട്ട് നിന്ന് പോണ ഒരു പുള്ളുവൻപാട്ടാണിത്. അപ്പോൾ ഇതിന് നമ്മൾ പക്ഷി എന്ന് പറഞ്ഞ പുള്ള് അതിൽ നിന്നുള്ള നാമധേയം കൊണ്ടാണ് പുള്ളുവൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത്. ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടിട്ട് 2011 തൊട്ടാണ് പുള്ളുവൻപാട്ട് പാടാൻ ശബരിമലയിൽ എത്തുന്നത്. എൻ്റെ അച്ഛൻ വരാതെയായിട്ട് കുറേ കാലങ്ങളായി. അതിൽ പിന്നെയാണ് എനിക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് പാടുന്നത്. ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ശബരിമല വരുന്ന എല്ലാ ഭക്തരും നാഗപ്പാട്ട് പാടി ദോഷങ്ങളകറ്റി പോകണം. അതാണ് എൻ്റെ വിശ്വാസം. അതും അവരുടെ വിശ്വാസം അങ്ങനെ തന്നെ ആയിരിക്കണം. പ്രത്യേകിച്ച് പറഞ്ഞു വയ്ക്കാൻ നമുക്ക് 41 കഴിഞ്ഞാൽ സർപ്പംപാട്ട് ഞങ്ങൾക്ക് ഇച്ചിരി കുറവാണ്. എങ്കിലും വിളക്കാവുമ്പോൾ അത് കൂടുതലായിട്ട് വരും. മലയാളികൾ വന്നാലാണ് ഇതിൻ്റെ ആചാരം ഭംഗിയായിട്ട് അവർ ചെയ്യാറുള്ളൂ. പിന്നെ സർപ്പം, ധർമ്മദൈവം, ഇതിനെയൊക്കെ ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ബ്രഹ്മം കയ്യിൽ കുടം, വിഷ്ണു കൈത്താളം, നാരദ മുനിയെ വീണ, ഈ 3 വാദ്യങ്ങളോട് കൂടിയാണ് സർപ്പാരാധന എന്ന് പറയുന്ന സങ്കല്പത്തിൽപ്പെടുന്നത്. പിന്നെ വരുന്ന 8-9 വയസ്സ് പ്രായമാകുന്ന കുട്ടികൾ, പ്രത്യേകം പെൺകുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടിച്ച് പോകുന്നത് നല്ലതാണ്. അവർ പിന്നെ മുത്തശ്ശിയുടെ പ്രായത്തിലാണ് ശബരിമലയിൽ വരുന്നത്. അപ്പം ആചാരം നിലനിന്ന് പോകാൻ ഇങ്ങനെ കൂടെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന് ആദ്യം പാടിക്കുന്നത് പുള്ളുവൻപാട്ടാണ്. അത് പുള്ളു എന്ന് പറഞ്ഞ പക്ഷി അത് നമ്മുടെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ദോഷം ഉണ്ടാകും എന്നാണ് ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ട് പുള്ളുവനെ കൊണ്ട് പാടിയാണ് കുട്ടിയുടെ ദോഷം അകറ്റുന്നത്. അന്ന് അങ്ങനെ ഒരു നാമധേയത്തിൽ വന്നതിൻ്റെ പേരിലാണ് പുള്ളുവൻ നിന്നും പുള്ളുവനാക്കി ഞങ്ങളെ പുള്ളുവൻ സമുദായമെന്ന് അറിയപ്പെടുന്നത്.